നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അതുമല്ലെങ്കിൽ ഒരു വ്യക്തി അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ ഭൂരിഭാഗം പേരും വിചാരിക്കും ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന്. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് ഇതിനു പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് പോലും യാദൃച്ഛികമല്ല. നിങ്ങളുടെ മനസ്സ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എന്നാൽ പലരും തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ആകർഷണ നിയമത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മൾ മനുഷ്യർ. നമ്മളുടെ ചിന്തകൾക്കുമുണ്ട് ഒരു എനർജി. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. ഉദാഹരണത്തിന് നമ്മൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ പകരം നമ്മൾ നെഗറ്റീവായിട്ടും അതല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളുമാണ് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും കടന്നു വരുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ് ഇതിന്റെ തത്വം. RAS റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫിൽട്ടറാണ്. നമ്മൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ കാര്യം, ആ അവസരം നമുക്ക് ലഭിക്കാനായി നമ്മുടെ ബ്രെയിൻ ചുറ്റുമുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് കാണിച്ചു തരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പണം, വിജയം ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്, അതിലാണ് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പണവും വിജയവും ഒക്കെ ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മളെ കാണിച്ചു തരും. പകരം നിങ്ങൾ വിഷമം, സങ്കടം, വേദനകളൊക്കെയാണ് അല്ലെങ്കിൽ പരാജയമൊക്കെയാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ കണ്ടെത്തി തരും. ചുരുക്കി പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നടക്കും. മോശമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചിന്തയെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ജീവിതത്തിൽ ലഭിക്കുക. ഇനി ഇത് ഈസി ആക്കി എടുക്കാൻ കുറച്ച് മെത്തേഡുകളുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ, വ്യക്തത വേണം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾക്ക്. അതായത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് പണമാണെങ്കിൽ എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പണം ലഭിക്കത്തില്ല. നമുക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ നമുക്കിപ്പോൾ ഒരു വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എവിടെയാണ് വേണ്ടത്, എങ്ങനത്തെ വീടാണ് നമ്മളുടെ മനസ്സിൽ എന്ന് നമ്മൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വേണം ചിന്തിക്കാനും ആഗ്രഹിക്കാനും. അതുപോലെ ഏതൊരു കാര്യമാണെങ്കിൽ, ജോലിയാണെങ്കിൽ എന്ത് ജോലി, എവിടെ വേണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതുപോലെ റിസൾട്ട് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതായിട്ട് ആ ഒരു ഫീലോടുകൂടി വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ. പിന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന് പ്രസന്റ് ടെൻസിൽ തന്നെ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ, അതായത് ഇപ്പോൾ നടക്കുന്നതായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വീട് വാങ്ങുന്നതായിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാൻ. അതായത് വീടിൻ്റെ പുറത്തു നിന്നുള്ള ഭംഗിയും അകത്തു നിന്നുള്ള ഭംഗിയും ഒക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലോട് കൂടി വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലെ ഓരോ ഒച്ചയും ബഹളങ്ങളും ഒക്കെ ലിസൺ ചെയ്യുന്നതായിട്ട്, അത് കേൾക്കുന്നതായിട്ട് ആ ഒരു ഫീലും നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല്, അതായത് ആ വീട്ടില്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ലുകൾ, അതല്ലെങ്കിൽ ആ വീട്ടിൽ പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ടച്ച്, അതായത് നമ്മുടെ ആ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ സ്പർശിക്കുക, അതായത് ആ വീട്ടിൽ വാങ്ങിയിട്ട പുതിയ സെറ്റി, സോഫ, ഡൈനിങ് ടേബിൾ, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ ഒരു സാധനങ്ങളിലൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലോട് കൂടി വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വീട് വാങ്ങിയതായിട്ടാണല്ലോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പം ആ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പം ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പം നമ്മൾ ഇമാജിൻ ചെയ്യണം. അതായത് നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ആ വീട്ടിൽ ഇരുന്ന് നമ്മളതൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതാണ് കറക്റ്റായിട്ടുള്ള വിഷ്വലൈസേഷൻ. ഇനി അടുത്ത കാര്യം,
അത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക. അതായത് നമുക്ക് ലഭിച്ച ഓരോ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. അങ്ങനെ നന്ദിയുള്ളവന് ദൈവം കൂടുതൽ തരുന്നാണ് പറയുന്നത്. അപ്പോൾ കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള വഴി തുറന്നു തരും. ഇനി പറയുന്ന കാര്യമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, ആക്ഷൻ എടുക്കുക. ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്, ഓക്കെ, ഞാൻ ആദ്യത്തെ പറഞ്ഞ കാര്യം, അതായത് ക്ലാരിറ്റിയോടുകൂടി എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ വിഷ്വലൈസ് ചെയ്തു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു എനിക്ക് എന്താ വേണ്ടതെന്ന്, എങ്ങനെയാണ് വേണ്ടതെന്ന് മാനിഫെസ്റ്റ് ചെയ്തു, പിന്നെ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു. ഇനി ഞാൻ വെറുതെ ഇരുന്നാൽ ഞാൻ ഈ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആക്ഷൻ എടുത്തേ തീരൂ. നമ്മൾക്കൊരു കാര്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആക്ഷൻ നമ്മൾ തന്നെ എടുക്കണം. അതായത് നമുക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ ഇതിനായി പ്രകൃതി തുറന്നു തരും, നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തുറന്നു തരും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുക. അതിനുശേഷം നമുക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നടന്നു കിട്ടും. പക്ഷെ ഒരാക്ഷനും എടുക്കാതെ നമ്മൾ മുറിയിൽ തന്നെ ഇരുന്ന് ഈ വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്തതുകൊണ്ടോ വീണ്ടും വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നാലാമത്തെ കാര്യം ഈ ആക്ഷനാണ്. അത് നമ്മൾ എടുത്തേ തീരൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ വലിയ വാതിലുകൾ തുറന്നു കിട്ടും. ആദ്യം ചെറുതായിരിക്കും, ചെറുതായതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഇതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച വീട് പണിയാൻ പറ്റത്തില്ല, അല്ലെ ഇതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കരുത്. അതിൽ കൂടി ആയിരിക്കും നമുക്ക് വലിയ വലിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് തരുന്നതാണ്. അപ്പോൾ അതിൽ കൂടി പോയി വലിയ വാതിൽ നമുക്ക് തുറന്നു തരും, അതിലേക്ക് പോവുക. മിക്കവരും പറയാറുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന്. കുറച്ച് പേര് പറയാറുണ്ട്, ഇതൊക്കെ നടക്കുവോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, അല്ലെ ഇവർ കള്ളത്തരം പറയുന്നതാണോ എന്നുള്ള ഡൗട്ടുള്ളവരും ഉണ്ട്. നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഒക്കെ ചെയ്യുമ്പോൾ 100% അതിൽ വിശ്വസിച്ച് തന്നെ വേണം ചെയ്യാൻ. നമ്മുടെ ഉള്ളിൽ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല. അതുകൊണ്ട് തന്നെ 100% വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഫലം കിട്ടും. താങ്ക് യു.